അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ വളരെ പ്രധാനമായും കേൾക്കാറുള്ള ഒരു അവകാശവാദമാണ് വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ. എന്നാൽ ആ അവകാശവാദങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി തെളിവുകളായി കൊണ്ടുവരാറുള്ളത് വിശുദ്ധ ഖുർആനിലെ പ്രപഞ്ച വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ, അതല്ലെങ്കിൽ ചരിത്രപരമായ പരാമർശങ്ങൾ, ഇതൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ആ വാദം സ്ഥാപിക്കാറുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട അമാനുഷികത തെളിയിക്കുന്ന ഒരു തലമെന്ന് പറയുന്നത് അതിൻ്റെ ഒരിക്കലും മനുഷ്യർ എഴുതിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട്. അത്തരം ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. നമുക്ക് ആദ്യം വളരെ പ്രസിദ്ധനായ ഒരു കൊമീഡിയനായിട്ടുള്ള ജോർജ് കാർലിൻ്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇവിടെ ഒരു ഭാഗം കണ്ടുകൊണ്ട് തുടങ്ങാം. Hey, you. Well, folks, here's something else I got a problem with. The 10 Commandments. Here's my problem. Why are there 10? You don't need 10. I think the list of commandments was deliberately and artificially inflated to get it up to 10. It's a padded list. Here's what they did. About 5,000 years ago, a bunch of religious and political hustlers got together to try to figure out how to control people, how to keep them in line. They knew people were basically stupid and would believe anything they were told, so they announced that God had given them some commandments. Up on a mountain, when no one was around, God had given them the 10 commandments. But let me ask you this. When they were sitting around making this shit up, why did they pick 10? Why 10? Why not 9 or 11? I'll tell you why. Because 10 sounds official. 10 sounds important. They knew if it was 11, people wouldn't take it seriously. So what, are you kidding me? The 11 commandments? Get the out of here. But 10 sounds important. 10 is the basis for the decimal system. It's a decade. It's a psychologically satisfying number. The top 10, the 10 most wanted, the 10 best dressed. So having 10 commandments was really a marketing decision. അപ്പോൾ ഇതിൽ ജോർജ് കാർലിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ ഒരു അമേരിക്കൻ സ്റ്റാൻഡപ്പ് കോമഡിയനാണ്. അദ്ദേഹം ഒരു സോഷ്യൽ ക്രിറ്റിക് കൂടിയാണ്. സാധാരണ ഒരു കൊമേഡിയനല്ല, അദ്ദേഹം കുറച്ചും കൂടി ഡെപ്തുള്ള ഒരാളാണ്. വളരെ ശക്തനായൊരു നിരീശ്വരവാദി, മതത്തെ അങ്ങേയറ്റം പരിഹസിക്കുന്ന, അതിനുവേണ്ടി പല കോമഡികളും അവതരിപ്പിച്ചു. ഇപ്പോൾ ഇതന്നെ 10 കമാൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഗതി തന്നെ മതത്തെ പരിഹസിച്ചുകൊണ്ട്, ബൈബിളിനെ പ്രത്യേകിച്ചും പരിഹസിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു പരാമർശം നമ്മൾ കണ്ട്. അതായത് 10 കമാൻഡ്മെൻറ്റ്, ദൈവം 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. എന്തുകൊണ്ട് 10? അതിൽ തന്നെ ഒരു മാനസികമായ ഒരു സ്വഭാവം മൂപ്പര് കാണുകയാണ്. 10 എന്ന് പറയുമ്പോൾ ഡെസിമൽ സിസ്റ്റത്തിൻ്റെ അടിത്തറ, ടോപ്പ് 10, മോസ്റ്റ് വാണ്ടഡ്, ടോപ്പ് 10 ഇന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ടോപ്പ് 10 എന്ന് പറയുമ്പോൾ ഈ 10ന് ഒരു ബേസിക്കായൊരു സ്വഭാവമുണ്ട്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. 1 2 3 4 5 6 7 8 10 ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മേലെ കൂട്ടണമല്ലോ. 11 എന്ന് പറയുമ്പോൾ 10 + 1 അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ 10 കമാൻഡ്മെൻറ്റ് വന്നത്. അതേസമയം അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ വളരെ വിചിത്രമായി തോന്നിയൊരു സംഗതി എന്താ വെച്ചാൽ, ഖുർആനിൻ്റെ പല പരാമർശങ്ങളും ഇതേ പറഞ്ഞ മാനുഷികമായ സ്വഭാവത്തിനപ്പുറം പലതും നമുക്ക് കാണാം. അപ്പോൾ ഈ പറഞ്ഞ നമ്പറിൽ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വിത്റുൻ യുഹിബുൽ വിത്തർ അല്ലെങ്കിൽ വാഹിദുൻ യുഹിബുൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒക്കെ മക്കാല റസൂലുള്ള, അള്ളാഹു ഏകനാണ്, അവന് ഒറ്റയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനുഷികമായിട്ട് നമുക്ക് ഇരട്ട സംഖ്യകളോടൊരു ഇഷ്ടമുണ്ട്, പക്ഷേ അതിന് നേരെ അപ്പുറമാണ് ഇസ്ലാമിൽ പല സംഖ്യകളും. ഉദാഹരണത്തിന് സൂറത്തുൽ മുദ്ദസ്സിറിലെ ഈ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അലൈഹ തിസ്സത്താശർ, നരകത്തെ കാക്കുന്ന മലക്കുകൾ 19 ആളുകളാണ്. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് 19? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കാവൽ നിർത്തുന്ന സമയത്ത് മനുഷ്യരാരും ഇവിടെ ഒരു 19 പേര് നിൽക്കണം എന്ന് പറയില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു 10 പേര് നിർത്തണം, അല്ലെങ്കിൽ ഇവിടെ ഒരു 20 പേര് നിൽക്കുക, അല്ലെങ്കിൽ 10-20 പേര് നിൽക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു മനുഷ്യൻ നിർത്തിയതല്ല, മനുഷ്യൻ്റെ ഇഷ്ടമല്ല എന്നുള്ളത് അവിടെ തോന്നാണ്. ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. 19 പേര് മലക്കുകൾ
നരകത്തിന് കാവൽ. ഒരു 9ന്റെ ഒരു കണക്ക്. അത് എന്തുകൊണ്ടൊന്ന് 20 ആക്കിക്കൂടാ? അതാണ് നമ്മളെ മനസ്സിൽ തോന്നണത്. ഇതന്നെ മക്കയിലെ മുശ്രിക്കുകൾക്കും തോന്നിയിട്ടുണ്ട്. അവർ ചോദിക്കുകയും ചെയ്ത്, എന്താ മുഹമ്മദ് 19? അവിടെ എന്തോ ഒരാളെ കൂടി മലക്കിനെ കിട്ടിയില്ലേ എന്നുള്ള രൂപത്തിൽ മുശ്രിക്കുകൾക്ക് ഡൗട്ടുണ്ടായി. അത് പരിഹസിക്കുകയും ചെയ്തു. അപ്പം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു പരാമർശം ഈ സ്റ്റാൻഡപ്പ് കോമഡിയന് തോന്നിയ അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് തോന്നിയ ആ ഒരു സംഗതിക്ക് ഉള്ള മറുപടിയാണ്. അള്ളാഹ് പറയാണ്, വമാ ജാൽന അസ്ഹാബൻ നാരി ഇല്ലാ മലായിക്ക. നരകത്തിനെ കാക്കുന്ന ആളുകളെ മലക്കുകളല്ലാതെ വേറെ ആരെയും നിശ്ചയിച്ചിട്ടില്ല. വമാ ജാൽന ഇദ്ദത്തുഹും, അവരുടെ എണ്ണത്തെ നാം ആക്കിയിട്ടില്ല, ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു, അവിശ്വാസികൾക്കൊരു പരീക്ഷണമായിക്കൊണ്ടല്ലാതെ. അപ്പോൾ അവിശ്വാസികൾക്ക് അതിൽ വളരെയധികം ഒരു വിചിത്രത അനുഭവപ്പെടാണ്. അത് അവരെ വിശ്വാസത്തിലേക്ക് എത്തിക്കണില്ല, പക്ഷെ ഒരു വിചിത്രത അവർക്ക് അനുഭവപ്പെടുന്നു. അതേസമയം ലിയസ്തൈക്കിനല്ലദീന ഊത്തുൽ കിതാബ് യസ്താദല്ലദീന ആമനു ഈമാന, പിന്നെ വേദക്കാർക്ക് അത് ഉറപ്പാവാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പാവുന്നു. വിശ്വാസികൾക്ക് അതിൽ നിന്ന് ഈമാൻ കൂടുന്നു. വലായർത്താബല്ലദീന ഊത്തുൽ കിതാബുൽ മുഅ്മിനൂൻ, വിശ്വാസികൾക്കും വേദക്കാർക്കും സംശയം മനസ്സിൽ നിന്ന് പോവാണ്, ഇത് ദൈവത്തിൻ്റെ തന്നെയാണ്, അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവോ എന്ന് തോന്നും ആ 19 കേട്ടാൽ എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസിയുടെ പെർസ്പെക്റ്റീവിലൂടെ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സത്യം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, നേരെ മറിച്ച് ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാവും. ഇതൊരു മനുഷ്യൻ്റെ സംസാരമല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവമല്ല ഈ ഖുറാനിലെ പരാമർശങ്ങളിലൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യേതരമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയുടെ ചിന്ത, അവരുടെ സ്വഭാവം, ഇതൊക്കെ ഖുറാനിൽ പലയിടത്തും ഈ സംഖ്യകളിലും അല്ലാത്തിടങ്ങളിലൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം മറ്റൊരു ഉദാഹരണം, ബൈബിള് തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തുടങ്ങണത്. ആ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ആദിയിൽ ദൈവം ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം മനുഷ്യർക്ക് അങ്ങനെയാണ് വേണ്ടത്, തുടക്കം തൊട്ട് കേൾക്കണം. എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രാരംഭത്തിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതോടുകൂടി കിട്ടി. ഒരു കഥ പറയുന്ന ഇത് പിന്നെ ബൈബിളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആദവും ഹവ്വയും, ഖുറാനിൽ അങ്ങനെ ഹവ്വയുടെ പേര് തന്നെ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിൻ്റെ പിന്നെ ഹീറോസ് ആദ്യം അവരുടെ പേരും കാര്യങ്ങളൊക്കെ, കഥാപാത്രങ്ങൾ മിക്കവാറും ഖുറാൻ അവഗണിക്കുന്നു. കഥാപാത്രങ്ങളുടെ പേരെ അവഗണിക്കും, ആദ്യം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല പേര് പറയുന്നില്ല. ഖുറാനിൽ എവിടെയും ഹവ്വയുടെ പേരില്ല. അതേസമയം വസൗജത്തഹു എന്നുണ്ട്, ആദമും അവൻ്റെ ഭാര്യയും എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന് സംതൃപ്തി കിട്ടാത്തൊരു സംഗതി. ഇത് ഒരു മനുഷ്യനെ എഴുതാൻ പറ്റൂല ഈ ഒരു രൂപത്തിൽ. ഇത് പലയിടത്തും നിഴലിച്ച് നമുക്ക് കാണാൻ പറ്റും. ഖുറാനിൽ പറയുന്ന സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ ആയത്ത്, സയഖൂലൂന സലാസത്തും റാബിയഹും കൽബഹും, അവർ പറയുന്നു അവർ 3 ആളുകളായിരുന്നു, അതായത് ഗുഹാവാസികൾ 3 പേരായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു കണ്ടക്സ്റ്റ് ഓഡിയൻസിന് കൊടുക്കണം തോന്നുന്നു. അതായത് ഗുഹാവാസികളുടെ ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ ചരിത്ര സംഭവത്തിൽ എത്ര ആളുകളാണ് ആ ചരിത്ര സംഭവത്തിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും അത് പല അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനൊരു ഫോക്ലോറായിട്ട് പാരമ്പര്യമായിട്ട് പല ആളുകളും ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അറബികൾക്ക് ഈ കഥ അറിയാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെത്ര ആളുകളാണെന്നുള്ള വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുമ്പോൾ പല ആളുകൾ പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ പറയുക. അപ്പോൾ അങ്ങനെ പല ആളുകളും പറയുന്നുണ്ട് എന്ന് ഖുറാൻ പരാമർശിക്കണം. ഇനി അത് വായിക്കാം. അപ്പോൾ സയഖൂലൂന സലാസത്തും റാബിയഹും കൽബും, അവരിൽ 3 പേരാണ്, അതിൽ 4-ാമത്തതാണ് നായ, അവരുടെ ഒപ്പം ഒരു നായ ഉണ്ടായിരുന്നു എന്നാണ്. വയഖൂലൂന ഹംസത്തും സാദിസും കൽബഹും, അവരെ 5 പേരാണ്, 6-ാമത്തത് നായായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് റജ്മം ബിൽ ഗൈബ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ അദൃശ്യമായ കാര്യത്തിൽ ഒരു വെറും പറച്ചിലാണ്, ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലല്ല, അദൃശ്യത്തിൽ ഉള്ളൊരു പിന്നെ പരീക്ഷണം, അവർക്ക് അദൃശ്യമായ ഒരു കാര്യം വെറുതെ ഊഹിച്ച് അവർ പറയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തത് വയഖൂലൂന സബഅത്തും, അവർ പറയുന്നു, അവരിൽ ചിലർ പറയാണ് 7 പേരായിരുന്നു അവർ, സാമിനഹും കൽബും, അതിൽ 8-ാമത്തത് അവരുടെ നായായിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്നു, കുൽ റബ്ബി ആലമു ബിഇദ്ദത്തിഹിം മാ യഅലമുഹു ഇല്ലാ ഖലീൽ, നീ പറയുക നബിയെ, അവരുടെ എണ്ണത്തെ പറ്റിയിട്ട് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു ആണ്, നിങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു വീണ്ടും സംഗതി അവശേഷിക്കുകയാണ്. അപ്പോൾ എത്രയായിരുന്നു അവർ?
അപ്പോൾ ഇതിൻ്റെ തഫ്സീറൊക്കെ പല തഫ്സീറുകളും പരിശോധിച്ചാൽ അവിടെയൊക്കെ മുഫസ്സിറുകൾ ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാണാം. ഉദാഹരണത്തിന് ചില മുഫസ്സിറുകൾ പറയും ആദ്യം 3ഉം 4ഉം പറഞ്ഞപ്പോൾ, 4ാമത്തെ നായ എന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ 5 പേരും 6ാമത്തെ നായ എന്ന് പറഞ്ഞപ്പോൾ റജ്മം ബിൽ ഗൈബ് എന്ന് പറഞ്ഞ്, അതായത് അദൃശ്യങ്ങളിൽ വെറുതെ അവർ പറയുകയാണ് എന്ന് പറഞ്ഞു. അതേസമയം 7 പേരാണ് അവർ 8ാമത്തെ നായ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് 7 പേരും ആയിരിക്കാം അവർ, 8ാമത്തെ നായ ആയിരിക്കാം, ആ സംഖ്യ ആയിരിക്കാം ഇത്. അതുകൊണ്ടാണ് ശരിയായ സംഖ്യ. അപ്പോൾ അവിടെ മുഫസ്സിറുകൾക്ക് അത് പറയാണ്ട് പറ്റണില്ല. കാരണം മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഇങ്ങനെ മാനുഷികമായ ടെൻഡൻസി തഫ്സീറിൽ വരാണ്, പക്ഷെ ഖുറാനിൽ അത് വരുന്നില്ല. കാരണം ഖുറാൻ മനുഷ്യന് എഴുതിയതല്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ ടെൻഡൻസികളൊന്നും പിന്നെ ഖുറാനിൽ നിഴലിക്കുന്നില്ല. അതിനപ്പുറം എന്തോ കുറേ കാര്യങ്ങൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ നാച്ചറും ബിഹേവിയറും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഖുറാൻ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇടയ്ക്കെന്നല്ല, മിക്കവാറും ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പല വിഷയങ്ങളിലും ഈ കഥാപാത്രങ്ങളുടെ പേരേ പറയുന്നില്ല, ഇപ്പോൾ ചില സ്ഥലങ്ങളും പറയുന്നില്ല. ഇന്ന ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇങ്ങനെ നടന്നു എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരു വചനത്തിൽ ഔക്കല്ലദീ മറഅ അലാ ഖറയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഗതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഒരു നാട്ടിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ പേര് പറയണില്ല, ഏതാണ് നാട് എന്നും പറയുന്നില്ല. ആ നാട് ആകെ തകർന്നടിഞ്ഞു, ഒരു ശിക്ഷിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നു ആ മനുഷ്യന്. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, അന്ന യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, എങ്ങനെയാണ് ഇങ്ങനെ തകർന്നടിഞ്ഞൊരു നാടിനെ അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കുക, പിന്നെ അവിടെ ഇങ്ങനെ ജനവാസത്തൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്ന് അയാൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് അള്ളാഹു അയാളെ മരിപ്പിക്കുന്നു, ഇതൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ആശയം. പക്ഷേ അതിൽ നിന്നൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട്. അതായത് ആ മനുഷ്യനെ അള്ളാഹു മരിപ്പിക്കുന്നു, എന്നിട്ട് ഏകദേശം 100 കൊല്ലാണെന്ന് എൻ്റെ ഓർമ്മ, കെം ലബിസ്ത് കാലബൽ ലബിസ്ത മിഅത ആം എന്ന് പറഞ്ഞിട്ട് 100 കൊല്ലം അയാളെ മരിപ്പിക്കുന്നുണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ട്, വേണമെങ്കിൽ ഉറക്കുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് അയാൾ മരണപ്പെടുന്നു, 100 കൊല്ലം ആ മരണത്തിലുള്ള ആ അവസ്ഥയിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. എന്നിട്ട് അതിന് ശേഷം വീണ്ടും പുനരുജ്ജീവനം ചെയ്യുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ മനസ്സിലായി അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ള. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഗുണപാഠം എന്ന് പറയുന്ന ഒരു സാധനം. അതായത് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, നിങ്ങളിങ്ങനെ വലിയ അത്ഭുതപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു മെസ്സേജാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത്. പക്ഷേ ഈ ആയത്തിൽ പറയുന്ന വ്യക്തി ആരാണ്, ആ വ്യക്തി ആരാണെന്നുള്ള വിഷയത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട ഉസൈർ നബിയാണത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അതൊന്നും ഖുറാനിൽ പറയണില്ല, ഹദീസുകളിലും അതില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഖുർആനിൽ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, നാടിൻ്റെ പേര് പറയണില്ല, എങ്ങനെയാണ് അത് നശിപ്പിക്കപ്പെട്ടത് ഒന്നും പറയുന്നില്ല. അപ്പോൾ പക്ഷെ അതിന്റെ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ തഫ്സീറിൽ പണ്ഡിതന്മാരിങ്ങനെ മനുഷ്യർ ഖുർആൻ കൈകാര്യം ചെയ്തപ്പോൾ അതിനെ കറക്റ്റ് കഥാക്കി മാറ്റി, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിലുള്ള ഡീറ്റെയിൽസ് അവർ കൊണ്ടുവരാൻ നോക്കുകയാണ്. അതേസമയം അള്ളാഹു മനുഷ്യനല്ലാത്തതുകൊണ്ട് തന്നെ അള്ളാഹുവിനൊരു സന്ദേശമാണ് അതിൽ നിന്ന് നൽകേണ്ടത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു ആ മുഫസ്സിറുകളെ പണി ചെയ്തില്ല. അപ്പോൾ കൃത്യമായ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഖുറാനും തഫ്സീറും വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. സൂറത്തുൽ കഹ്ഫിൽ തന്നെ വേറെ സംഭവം ഉണ്ടല്ലോ, മൂസാ നബി ഒരു വ്യക്തിയുടെ അബ്ദം മിൻ ഇബാദിന, നമ്മളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ അടുത്തേക്ക് മൂസയെ പറഞ്ഞയച്ചു. എന്നിട്ട് മൂസാ നബി ഈ വ്യക്തിയുമായിട്ട് സഞ്ചരിക്കുകയാണ് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഞ്ചാര കഥ മുഴുവൻ 1-2 പേജിൽ നിറച്ചും ആ കഥ പറഞ്ഞ്, പക്ഷേ ഒരു സ്ഥലത്തും ഈ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. അതേസമയം നമുക്കെല്ലാവർക്കും അറിയാം അത് ഖിളിർ നബിയാണ്, അല്ലെങ്കിൽ ഖിളിർ 2 രൂപത്തിൽ ഉച്ചരിക്കൽ. അപ്പോൾ ഖിളിർ നബിയാണെന്ന് നമുക്കറിയാം, ഹദീസുകളിൽ വന്നുകൊണ്ട് വിശദീകരിച്ചു. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇത് ആരാണ് എന്നുള്ള ഇത്. അതേസമയം ഒരു പ്രസക്തി ആ പേരിനില്ല. പക്ഷെ എന്നിരുന്നാലും മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അത് വേണം എന്ന് തോന്നാണ്. പക്ഷെ അത് പറയാതെ ഈ കഥ മുഴുവൻ പറഞ്ഞു എന്നുള്ളത് ഇതൊരു മനുഷ്യനല്ല പറഞ്ഞതെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു സൂചനയാണ് ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ വേറെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. സൂറത്തുൽ കഹ്ഫിലെന്ന് തോന്നുന്നു, സൂറത്തുൽ കഹ്ഫിലെന്നെ ദുൽഖർനൈന് പറ്റും. ആ ദുൽഖർനൈൻ ആരാണ് എന്ന വിഷയത്തിൽ ഭയങ്കര ചർച്ചകളാണ് മുഫസ്സിറുകൾക്ക്. അവരെത്തിയ സ്ഥലം, ദുൽഖർനൈന് എത്തിയ സ്ഥലം, അത് പറയുമ്പോൾ തന്നെ വിചിത്രമായ ഒരു പ്രയോഗമാണ് പ്രയോഗിക്കുന്നത്. അതിനൊരു പ്രസക്തി ഇല്ല നമുക്കറിയാം. ആ സ്ഥലം ഇപ്പം അലക്സാണ്ട്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തപ്പോൾ നമുക്ക് ധാർമ്മികമായിട്ടൊന്നും കിട്ടാനില്ല.
അത്രയല്ല അവിടെ പറയുന്നുള്ളൂ. അതേസമയം നമുക്ക് ആ സ്ഥലം തഫ്സീർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ്, അതേതാ സ്ഥലം, മൂപ്പരെത്തിപ്പെട്ട പിന്നെ ദിശ ഏതാണ്, ഇതൊക്കെ ചർച്ച ചെയ്യാണ്. കാരണം നമുക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള മാനുഷികമായ ഒരു ഇത് അവിടെ ഖുറാനിലെ ഓരോ ഭാഷയിലും പ്രയോഗത്തിലും ഒന്നും കാണുന്നില്ല. ഇനിയിപ്പം മറ്റൊന്ന്, പലരും ചോദിക്കില്ല എന്താ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പേര് ഖുറാനിൽ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരില്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ പേരില്ല. നബിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അബൂബക്കറിനെ പറ്റി ഖുറാൻ പറയുന്നുണ്ട്, അതെ, സാനി ഇസ്നൈൻ എന്നാണ്, രണ്ടിലൊരാളായിരിക്കുന്ന ഒരു വിചിത്രത നോക്ക്. ആ രണ്ടുപേരിൽ ഒരാളായിരിക്കുന്ന സന്ദർഭം നീ എന്തുകൊണ്ട് അവിടെ അബൂബക്കറിൻ്റെ ഒപ്പം നിങ്ങൾ ഇരുന്നിരുന്ന സമയത്ത് എന്ന് പറഞ്ഞൂടെ? പക്ഷെ അത് മനുഷ്യനാണ് അങ്ങനെ പറയാ. അത് അള്ളാഹ് പറഞ്ഞില്ല എന്നുള്ളത് അതൊരു ദൈവികമായി, ഇത് നമുക്ക് ശരിക്കും ഖുറാൻ്റെ ഭാവിയിലുള്ളൊരു പഠന വിഷയമായിട്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു നേച്ചർ, ഈ ഒരു ബിഹേവിയർ നമുക്ക് വേണമെങ്കിൽ തുടർന്ന് പഠിക്കാവുന്ന ഒരു സംഗതിയാണ്. വളരെ ഡെപ്തിൽ പോകേണ്ട ഒരു വിഷയമാണ്. ഏതായാലും വിശുദ്ധ ഖുർആൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തലത്തിലൂടെയാണ് നമ്മൾ ഖുർആനിനെ ഇന്ന് പരിശോധിച്ചത്. സാധാരണ നമ്മൾ പറയാറുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതകൾ എന്നതിലപ്പുറം ഖുർആനിൻ്റെ ഒരു ശൈലി, അതിൻ്റെ ഒരു ബിഹേവിയർ, അതിങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു അവതരണ ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സംസാരം ഉണ്ടായത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ഇൻഡെപ്ത് വീഡിയോസ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു, പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.